ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലും തുറമുഖ നഗരമായ ഹൈഫയിലും ശക്തമായ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഹിസ്ബുള്ള. വടക്കൻ ഇസ്രായേലിലും ലെബൻ അതിർത്തിയിലുമായി നടന്ന വിവിധ ആക്രമണങ്ങളിൽ 3 ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു. വടക്കൻ ഇസ്രായേലിലെ പ്രധാന നഗരമായ ഹൈഫയെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള നിരവധി റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ജനവാസ മേഖലകളിൽ സൈറണുകൾ മുഴങ്ങുകയും ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയും ചെയ്തു. വടക്കൻ ഇസ്രായേലിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റു. തെക്കൻ ലെബനനിൽ നടന്ന മറ്റൊരു ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് കൂടി പരിക്കേറ്റതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് മറുപടിയായി തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും ആയുധപ്പുരകളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഗാസയിലെ യുദ്ധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിർത്തിയിൽ സംഘർഷം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ പല റോക്കറ്റുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തെങ്കിലും ചിലത് തുറന്ന പ്രദേശങ്ങളിൽ പതിച്ചതായാണ് റിപ്പോർട്ട്. മേഖലയിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്.